ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, പന്തക്കുസ്താ തിരുനാളിന് വേണ്ടിയുള്ള ത്രിദിന ഒരുക്കത്തിൻ്റെ രണ്ടാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ ഇന്ന് എത്തിച്ചേരാണ്. ഇന്ന് പരിശുദ്ധാത്മാവിൻ്റെ സ്വഭാവം സ്വന്തമാക്കാൻ ആഗ്രഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 38-ാം വചനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു: എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും. അപ്പോൾ പരിശുദ്ധാത്മാവിനെ ജലത്തോട് താരതമ്യപ്പെടുത്തിക്കൊണ്ട് ഉപമിച്ചുകൊണ്ടാണ് ഈശോ പലപ്പോഴും സംസാരിക്കുന്നത്. ലൂക്കാ സുവിശേഷം 12-ാം അധ്യായം 49-ാം വചനത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: ഭൂമിയിൽ തീയിടാനാണ് ഞാൻ വന്നത്, അത് ഇതിനകം കത്തിജ്വലിച്ചിരുന്നെങ്കിൽ. അപ്പോൾ അഗ്നിയോട് പരിശുദ്ധാത്മാവിനെ ഉപമിച്ചുകൊണ്ട് കർത്താവ് സംസാരിക്കുന്നു. മൂന്നാമതായിട്ട് യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 8-ാം വചനത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: കാറ്റ് അതിന് ഇഷ്ടമുള്ളിടത്തേക്ക് വീശുന്നു, എന്നാൽ അതെവിടെ നിന്ന് വരുന്നെന്നോ എവിടേക്ക് പോകുന്നെന്നോ നീ അറിയുന്നില്ല. ഇതുപോലെയാണ് ആത്മാവിൽ നിന്ന് ജനിക്കുന്ന ഏവനും. അപ്പോൾ പരിശുദ്ധാത്മാവിനെ കാറ്റിനോട് ഉപമിച്ചിരിക്കുന്നു. അപ്പോൾ പരിശുദ്ധാത്മാവിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന ടേമുകളിൽ 3 ടേമിനെ പറ്റിയാണ് നമ്മളിന്ന് ധ്യാനിക്കുക. 1 കാറ്റ്, 2 തീ, 3 വെള്ളം. ഇന്ന് ധ്യാനിക്കാനുള്ളത് ഈ 3 വസ്തുക്കൾക്കും ഒരുപാട് സവിശേഷതകളുണ്ട്. എന്നാൽ ഇന്ന് നമുക്ക് ഒരേ ഒരു സവിശേഷതയെക്കുറിച്ച് മാത്രം ധ്യാനിക്കാം. ഈ 3 വസ്തുക്കൾക്കും നിശ്ചിതമായ ഷേപ്പില്ല എന്നുള്ളതാണ്. എന്താണ് വെള്ളത്തിൻ്റെ ഷേപ്പ്? വെള്ളത്തിൻ്റെ ഷേപ്പ് നമ്മൾ ഏത് പാത്രത്തിലെടുക്കുന്നോ അതാണ് വെള്ളത്തിൻ്റെ ഷേപ്പ്. എന്താണ് കാറ്റിൻ്റെ ഷേപ്പ്? ഏത് പാത്രത്തിലാണോ ആ വായു ഇരിക്കുന്നത് അതാണ് വായുവിൻ്റെ ഷേപ്പ്. തീ ആണെങ്കിലും നിശ്ചിതമായിട്ടുള്ള ഒരു ആകൃതി അതിനില്ല. അത് ആളുന്നതനുസരിച്ച് അത് വ്യത്യാസപ്പെടും. ഒരു പാത്രത്തിലെടുത്താൽ അതിൻ്റെ ഷേപ്പിലേക്ക് അത് മാറും. അപ്പോൾ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേകത ആ പരിശുദ്ധാത്മാവിന് നിശ്ചിതമായിട്ടുള്ള ഷേപ്പില്ലെന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് എന്താണ് അതിന് അർത്ഥമാക്കേണ്ടത്? ഏത് ഷേപ്പിലേക്കും ഏത് അവസ്ഥയിലേക്കും ഒതുങ്ങാനുള്ള ഒരു കൃപ പരിശുദ്ധാത്മാവിനുണ്ട്. ഏത് ഷേപ്പിലേക്കും അത് ഒതുങ്ങും. പ്രിയപ്പെട്ട സഹോദരനെ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഈ ഒരു സ്വഭാവം സ്വന്തമാക്കാനായാൽ നമ്മുടെ ജീവിതം വിജയിക്കും. എന്ന് പറഞ്ഞാൽ നമുക്ക് ഏത് അവസ്ഥയിലുള്ളവരെയും ഉൾക്കൊള്ളാനുള്ളൊരു കൃപ നമുക്ക് ലഭിക്കും. പ്രിയപ്പെട്ടവരെ, ആത്മാവിൻ്റെ അഭിഷേകമുള്ള ഒരു മനുഷ്യന് ഏത് തരം മേലധികാരികളോടും ഐക്യത്തിൽ പോകാനായിട്ട് സാധിക്കും. ഏത് തരം അമ്മായിയമ്മയെയും ഉൾക്കൊള്ളാൻ പറ്റും. ഏത് തരം മരുമകളെയും ഉൾക്കൊള്ളാൻ പറ്റും. ഏത് തരം ജീവിതത്തിലെ പ്രതിസന്ധികളെയും ഉൾക്കൊള്ളാനുള്ളൊരു കൃപയുണ്ടാകും. സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ ഉൾക്കൊള്ളാൻ, രോഗാവസ്ഥകളെ ഉൾക്കൊള്ളാൻ, ജീവിതത്തിലെ തകർച്ചകളെ ഉൾക്കൊള്ളാനൊക്കെ ഒരു കൃപ ഈ പരിശുദ്ധാത്മാവിൻ്റെ സ്വഭാവം സ്വന്തമാക്കിയാൽ നമുക്ക് ലഭിക്കും. പ്രിയമുള്ളവരെ, ആത്മാവിൻ്റെ ഈ സ്വഭാവം സ്വന്തമാക്കാൻ ഇന്നത്തെ ദിവസം നമുക്ക് ശക്തിയോടെ പ്രാർത്ഥിക്കാം, പരിശ്രമിക്കാം, കർത്താവിൻ്റെ അടുത്ത് നമുക്ക് ചേർന്നിരിക്കാം. ഈ ഒരു സ്വഭാവം സ്വന്തമാക്കിയാൽ ദൈവരാജ്യത്തിൻ്റെ ഒരു പ്രചരണം, ദൈവരാജ്യത്തിൻ്റെ സംസ്ഥാപനം കൂടുതൽ സ്പീഡിലാക്കാനായിട്ട് നമുക്ക് സാധിക്കും. എല്ലാവർക്കും പരിശുദ്ധാത്മാവിൻ്റെ ഈ ഒരു ഗുണം സ്വന്തമാക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. പന്തക്കുസ്താ തിരുനാളിന് വേണ്ടി നമുക്ക് കൂടുതൽ ആത്മാർത്ഥതയോടെ പ്രാർത്ഥിച്ചൊരുങ്ങാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴെപ്പോഴും സ്തുതിയായിരിക്കട്ടെ.